ചന്തു മാറി നിൽക്ക്. ചന്തു എണീക്കടാ മോനെ. ചന്തു ചന്തു എല്ലാരും ഒന്ന് സഹായിക്കണേ പ്ലീസ്. ആ കുട്ടി ആശുപത്രി കൊണ്ടുപോകാനുള്ള ചേട്ടാ പ്ലീസ് ഒന്ന് സഹായിക്കും ചേട്ടാ. എന്തെങ്കിലും കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാനുള്ള. അയ്യോ ചേട്ടാ എന്തെങ്കിലും ഒന്ന് സഹായിക്കും ചേട്ടാ. ചന്തു ചന്തു ആ കൊച്ചു വീണെടുക്കല്ലേ. വാ. ആർക്കെ സാർ ഇതിൽ ഇടപെടണ്ട, അത് പുലിവാലാവും. താൻ എന്ത് മനുഷ്യത്തില്ലാമേടോ പറയുന്നേ? ഒരു കൊച്ചു വീണെടുക്കുമ്പോ ചേട്ടാ ഒന്ന് സഹായിക്കും പ്ലീസ്. ആശുപത്രി കൊണ്ടുപോകാനാ. എല്ലാരും ഒന്ന് സഹായിക്കും. എല്ലാരും പ്ലീസ് ഒന്ന് സഹായിക്കും. നീ എന്ത് പണിയാ കാണിക്കുന്നത്? ഇതിനെ ആശുപത്രിയിലേക്ക് എടുക്ക്. സാറ് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ മിണ്ടാരടാ. അവനെടുക്ക്. അതാ വലത്തോട്ടുള്ള വഴി പോ സാറേ. കുറെ നേരമായാലും ഓടുന്നത്. ഏത് ആശുപത്രിയാ? രാജഗോപാലൻ ഡോക്ടർ ആശുപത്രി. അതാ. അല്ല സാറ് നിന്നെ ബുദ്ധിമുട്ടുന്നത്, ഞാൻ കൊണ്ടുപോയിക്കോളാലോ. ഇടത്തോട്ട് അല്ല വലത്തോട്ട് വലത്തോട്ട്. കുറെ നേരമായാലും ഈ ഇടത്തും വലത്തും പറയാൻ തുടങ്ങിട്ട്. സാറേ ഇടത്തോട്ട്. നീ എന്നെ കളിപ്പിക്കുക. എനിക്കറിയാം ആശുപത്രി എവിടെ. ഈ ഹോസ്പിറ്റലിൽ തന്നെ വേണോ? ഇറങ്ങിയോ. ഓ ഇതിനെ ഞങ്ങള് തരികിടാന്ന് പറയണേ. ഇപ്പൊ ഓടിയില്ലേ? വെറും സർക്കസ് കളി കൊണ്ട് 4-5 വയറുകൾ എങ്ങനെ കഴിഞ്ഞുകൂടാനാ? അപ്പോഴാ എങ്ങനെ ചില വേലകള് ആളുകളുടെ മനസ്സേൽപ്പിക്കാനാ. ചെറുക്കം വീഴുക, അല്ലെങ്കിൽ പെണ്ണ് വീഴുക. പെണ്ണ് വീഴുമ്പോഴാ കാശ് കൂടുതൽ കിട്ടണേ. കണ്ണുകൂട്ടിയല്ലേ, ആളുകൾക്ക് സഹതാപം കൂടും. അല്ലെങ്കിലും പെണ്ണുങ്ങൾ അടിതെറ്റി വീഴുന്ന കാണാൻ നാട്ടുകാർക്ക് നല്ല രസാ. ചങ്കുപൊട്ടുന്ന രസം. ഓക്രത്തരല്ലേ അവൻ കാണിച്ചേ. എന്നാലും എനിക്ക് അവനെ ഇഷ്ടമായി. എൻ്റെ ആവശ്യത്തിനാവും മതി. അയ്യടാ നീ അതിന് മാത്രം വളർന്നില്ലല്ലോടാ ഉണ്ട പക്രു. കുറച്ചുകൂടെ കഴിയട്ടെ ഇല്ലടാ മോട്ടെ. പഠിക്കുന്നുണ്ട് നടക്കാൻ. ഞാൻ അറിയാതെയോ? ആ കളി വേണ്ടടാ മോനെ. പഠിപ്പിക്കുന്നേ. ഉമേ അത് മാത്രം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. ഇത്ര ചെറുപ്പത്തിൽ അതിനെങ്ങനെ വീണാലോ? വേണ്ട, അതൊന്നും വേണ്ട. തീച്ചാട്ടവും കമ്പിക്കോട്ടുള്ള നടത്തും എനിക്ക് വിട്ടേക്ക്. എപ്പോഴായാലും പഠിക്കേണ്ടത് തന്നെയാണല്ലോ. ഇത്തിരി നേരത്തെ ആവുമ്പോ അത്രയും നന്ന്. അതിനിപ്പോ ഞാനുണ്ടല്ലോ ഇവിടെ. അപകടം പിടിച്ച കളിയൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളുടെയൊക്കെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കുന്ന എനിക്ക് സഹിക്കില്ല. എണീന്ന് വീണൂന്ന് കള്ളത്തരം കാണിക്കുന്നേക്കാൾ ഭേദ. ഇത്തിരി കള്ളത്തരങ്ങളൊക്കെ ഈ തെരുവിൽ കഴിയുന്നത് നമുക്ക് പറഞ്ഞിട്ടുള്ളതാ. അത് ഈശ്വരന്മാർ സമ്മതിച്ചിട്ടുള്ളതാ. നിങ്ങൾക്കൊക്കെ ഞാനുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി ചാർലി? അറിയാഞ്ഞിട്ടല്ല, നീയാ ഞങ്ങളുടെ ഏക ആശ്രയം. പക്ഷെ എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ആൾക്കാരെയും പറ്റിച്ച് കള്ളത്തരം കാണിച്ച് കഴിയാ? എത്ര കാലം ചാർലി? മതി, നമുക്ക് പോകാം പലകപ്പാണ്ടിയിലേക്ക്. അത് നന്നായി. അവിടെ എന്തുണ്ടായിട്ടാ? മഞ്ഞ് പിടിച്ച കുറ്റിക്കാടുകളും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വീടും അല്ലാതെ. അതും ഇപ്പൊ മഞ്ഞിലും മഴയിലും കുതിർന്ന് വീണിട്ടുണ്ടാവും. മറന്നോ? എന്റെ അമ്മയല്ലേ അവിടെ? കുട്ടിക്കാലത്ത് എപ്പോഴോ അലഞ്ഞു തിരിഞ്ഞ് നീ വീട്ടിലെത്തിയപ്പോ നിനക്ക് അഭയം തന്ന എന്റെ അമ്മ മരിച്ചോന്ന് കരുതി മറക്കാൻ പറ്റോ? ആ ആത്മാവിപ്പോഴും അവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. മറന്നല്ല, എനിക്ക് ജന്മം തന്നവർ എന്നെ ഉപേക്ഷിച്ചപ്പോൾ അഭയം തന്ന അമ്മയെ മറന്നല്ല. ആ സാന്നിധ്യം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ദാ ഇവിടെയൊക്കെ. ഉമേ, ഒരു ലക്ഷ്യവുമായിട്ടില്ല നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് നടക്കട്ടെ. ഇക്കണക്കിന് ഇവിടുത്തെ കടങ്ങളൊക്കെ തീർന്നിട്ട് അതിനൊരിക്കലും കഴിയില്ല എന്നാ തോന്നുന്നേ. നാവിലെ ഗുളികൻ വെച്ച് ഒന്നും പറയണ്ട. മന്തി കഴിയും. എന്നിട്ട് പോകാം നമുക്ക് പലകപ്പാണ്ടിയിലേക്ക്. പൈസ ഇട്ടില്ല. നമുക്ക് ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ ഇടാം.
നാളെ ഞാൻ പുതിയൊരു ഐറ്റം ഇറക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കൂടുതൽ കാശ് കിട്ടും. എന്നിട്ട് ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മള് പലകപ്പാണ്ടിലേക്ക് പോകും. അവിടെ ചെന്ന് നമ്മൾ എന്താ ചെയ്യാ? അവിടെ ചെന്ന് നമുക്ക് കപ്പ വെക്കാം, ചേന നടാം, വാഴ വെക്കാം, വേണമെങ്കിൽ കപ്പലിന്റെ കൃഷി നടത്താം. കേട്ടോ മൊട്ട? പോണം, ഒരു ദിവസം പോണം. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. ചാർലി, ഇന്നലത്തെ തടിയും കടുവായിരുന്നു. ദൈവമേ, ഇനി എന്ത് കുഴപ്പത്തിനാണാവോ? ഞാൻ പുറകിലൂടെ ചാടി പോയിക്കോളാം കേട്ടോ. ഇത് ചാർലിയുടെ വീടല്ലേ? ആരാ? കടുവ. ഉം. ഇന്നലെ എന്നെ ആസ്പത്രി കൊണ്ടേ കടുവ. അയ്യോ. ചാർലില്ലേ? ഏത് ചാർലി? ഓ, അതിന് ഞാൻ പറഞ്ഞിരണോ? ഇവിടുത്തെ ചാർലി. നീയല്ലേ വേണ ഇന്നലെ സ്ട്രീറ്റിൽ ഡാൻസ് ചെയ്തത്? സാർ ആരാ? ഞാനൊരു കണ്ണുപൊട്ടിയാ. കണ്ണുപൊട്ടിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? കള്ളത്തരം പറയരുത്. ഇങ്ങോടാ. ഇവനല്ലേ ഇന്നലെ ഏണിന്ന് പൊട്ടി അത്തോളാടുന്ന? ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കണല്ലേ? എടി പെണ്ണെ, മാന്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ചാർലിയും കൂർലിയും സകലതിനെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഏൽപ്പിച്ചോ? ഇങ്ങനെ എത്ര പേരെ സാറിന് പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റും? അല്ല, ഈ പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ? സന്ധ്യ മയങ്ങ ഈ കണ്ണുപൊട്ടിയെ തോണ്ടാനും നുള്ളാനും ആളുകളുണ്ടാവും. ആ കൂട്ടത്തിൽ ചിലപ്പോ പോലീസുകാരുണ്ടാവും. അവരെന്ത് ചെയ്യും സാറ്? ദേ, ഈ പിള്ളേരെ കണ്ടോ? ജനിച്ച ഉടനെ അമ്മമാര് കുറ്റിക്കാട്ടിലേക്കോ കൈത്തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞതാ. കുറുക്കനും പന്നിക്കും തിന്നാൻ. ആ അമ്മമാരെ പോലീസിൽ ഏൽപ്പിക്കാൻ കഴിയോ സാറിന്? കഴിയോ? ഒരു ചാർലി ഉള്ളതുകൊണ്ട് ഇവരൊക്കെ ഇപ്പോഴും ജീവനോടെ കഴിയുന്നു. പ്രസംഗിക്കണ്ട. ചാർലിയാണ് എനിക്ക് കാണേണ്ടത്. ബാക്കി ഞാൻ അവനോട് പറഞ്ഞോളാം. ചാർലി ഇവിടെ ഇല്ല. എവിടെ പോയി? അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവൻ വരുമ്പോ എന്നെ വന്ന് കാണാൻ പറയണം. ഓ, നമ്മളാരാ? ഇവിടുത്തെ ഇൻസ്പെക്ടറാ. ഒന്ന് പോ കടുവേ. ചാർലി വരുന്നവരെ ഇവൻ എന്റെ കസ്റ്റഡി ഇരിക്കട്ടെ, പണയെ കൊണ്ടുപോയിട്ട്. ചാർലിയെ വിളിക്ക്, അപ്പുറത്തെ തെരുവിലുണ്ടാവും. ഞാൻ എവിടെ നിർത്തുവരാണ്ടോ അമ്മിഞ്ഞ? ഓ, അല്ല നിന്റെ ചേരിയിലെങ്കിൽ അമ്മിഞ്ഞ കുമിഞ്ഞുകൂടി കിടക്കല്ലേ ഓർഫൻ. അവിടെ നോക്കി കുടിച്ചോ. തടിയനോ? അടിച്ചതിന്റെ മുഖത്തിന്റെ ഷേപ്പേ മാറ്റിക്കളയും. എന്താ ഇവിടെ ബഹളം? ഏതായി ചെക്കൻ? പണയപ്പണ്ണം ഇവനെ കൊണ്ടുവന്ന ചാർലി വരുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ചാർലി തടിയന്റെ മോന്തന്റെ മൊത്തം ഷേപ്പ് മാറ്റുന്നു പറഞ്ഞു കൊടുത്തേക്ക്. വേണ്ട മോനെ ദിനേശ, കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ പൊന്ന ആർക്കേ പറഞ്ഞു വിടുന്നില്ല പണ്ടാര. പറഞ്ഞു വിടുന്നില്ല, അവിടെ നിൽക്കട്ടവൻ. ഓണ ചെറുക്ക. അല്ല ചെത്തി ഉപ്പിലിട്ട് കളയ ഞാൻ. എന്താ ഇത് പാരയായല്ലോ. ഈ മനുഷ്യൻ എന്താ വട്ടായോ? പോഴേക്ക് പന്നിക്ക് മൂത്രൊഴിക്കാൻ കൊണ്ട് സമയം. ഇത്ര അങ്ങോട്ട് മാറിക്ക് മനുഷ്യ. ഒന്ന് സമാധാനായിട്ട് മൂത്രയിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ? കുട്ടികൾ മൂത്രയിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. സാറേ, ചാർലി, പറ്റിയോടാ? കൈയോടെ കൊണ്ടുവന്നുണ്ട്. ആവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വല്ല മോഷണത്തിനോ മറ്റാണ് പരിപാടിയെങ്കിൽ എന്നെ കിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ചില്ലറ ചില തരികടകളൊക്കെ ചെയ്യാറുണ്ടെന്നല്ലാതെ ഞങ്ങൾ കള്ളന്മാരൊന്നുമല്ല. മോഷണമൊന്നുമല്ല, പക്ഷെ കള്ളത്തരമുണ്ട്. പറയാം. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് മനസ്സിലായോ? മോഷണമല്ലെന്ന് മനസ്സിലായി, കള്ളത്തരം ഉണ്ടെന്നും. എന്നിട്ടും എന്താ ജോലി എന്ന് മനസ്സിലായില്ല. പാട്ട് പഠിക്കുക. പാട്ട് പഠിക്കുക? അതെന്തിനാ? പാട്ട് പഠിച്ച് നീ അവളുടെ പെറ്റാകണം. അരുമ ശിഷ്യൻ. അങ്ങനെ പെട്ടെന്ന് മനസ്സലിയുന്ന ആളൊന്നും അല്ല അവള്. അപ്പൊ ഞാൻ നിന്നെ വെച്ച് വില പേശും. ആരാ ഈ അവള്? വേറെ ആരുമല്ല, എന്റെ ഭാര്യ, സംഗീത ചക്രവർത്തിനി സുഭദ്രാദേവി. ലോക പ്രശസ്ത മ്യൂസിഷ്യൻ, ആൽബം മേക്കർ. സുഭദ്രാദേവി? ദൈവമേ, അവരാണോ? എന്നെ കളിപ്പിക്കാൻ പറയാണോ സാറ്?
നോ, ചെറിയൊരു ആൾമാറാട്ടം. അത് നീ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ? പോകാം, പക്ഷെ സാർ എൻ്റെ നിന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം നിനക്ക് ഒരുപാട് ബാധ്യതകളുണ്ടെന്ന്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, ചില ചെറിയ ബാധ്യതകൾ. പിന്നെ ഉമ്മയുടെ കണ്ണിൻ്റെ ഓപ്പറേഷൻ. അതും ഞാൻ ഏറ്റു. അതിനേക്കാൾ പ്രധാനമായി മറ്റൊന്നുകൂടിയുണ്ട്. ഉമ്മയുടെയും പിള്ളേരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകൂ. ഞാൻ പറഞ്ഞാൽ പോരാ, സാറ് തന്നെ സമ്മതിപ്പിക്കണം അവരെ. കഷ്ടപ്പെടുത്താനല്ല, സഹായിക്കാനാ. കള്ളത്തരവും തെരുവ് സർക്കസും ഒക്കെ ഇനി നിർത്താൻ നിങ്ങൾക്ക്. സാറിന് അറിയില്ല, അവന്റെ ശബ്ദം ഇല്ലെങ്കിൽ എന്റെ അടി പതറും. കണ്ണ് കാണാത്ത എനിക്ക് വഴി പറഞ്ഞിരുന്നത് ആ ഹാർമോണിയത്തിന്റെ ശ്രുതി വ്യത്യാസങ്ങളാ. എന്നെ ജീവിപ്പിക്കുന്നതും അതാ. ഈ പിള്ളേർക്ക് ഒരേ ഒരു ആശ്രയം അവനാ. നിങ്ങൾക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് സാറിന് തോന്നുക. എന്നും പറയാറുള്ളതാ ഞാൻ അവനോട്, ഈ സർക്കസും തട്ടിപ്പും നിർത്തിയിട്ട് പോവാന്ന്. അവനോടൊത്തുള്ളൊരു ജീവിത എന്റെ സ്വപ്നങ്ങളിലൊക്കെ. അത് അവനോട് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. കുറച്ചു കാലത്തേക്കല്ലേ, അവനിങ്ങ് തിരിച്ചു വരാമല്ലോ. വലിയ വലിയ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ അനാഥ കൂട്ടങ്ങളെ ബലി കൊടുക്കുമെന്ന് അമ്മ പറഞ്ഞ കഥകളിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ ആവോ ഇതും? എന്താ കുട്ടി പറയണേ? കൊണ്ടുപോകുന്ന കൊല്ലാനല്ല, വളർത്താനാണ്. പറിച്ചോണ്ട് പോകുന്നത് ഞങ്ങളുടെ ചങ്ക. കൊണ്ടുപോകുന്ന പോലെ ഇങ്ങ് തിരിച്ചേൽപ്പിക്കണം. അത് സാർ ഏൽക്കണം.